ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു താറാവ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പത്തിനോടൊപ്പം വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. കുറുകിയ ചാറോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കറി റെഡിയാക്കാനായിട്ട് ആദ്യമേ തന്നെ താറാവ് കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ച് വെക്കുക. ഞാൻ കറി റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പീസ് കറുകപ്പട്ടയും 2 ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് അതിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും 1/2 കപ്പ് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും എണ്ണയിൽ കിടന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരണം. റെഡിയായി വന്നിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം എണ്ണയുമായി നന്നായി യോജിപ്പിക്കുക. അതിന്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ അത് എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. താറാവ് വേവിക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മസാലയുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. താറാവ് ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് വെന്ത് വരേണ്ടത്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. പാല് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളതെങ്കിലും അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരടപ്പ് വെച്ച് മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 2 ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഒരടപ്പ് വെച്ച് മൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും താറാവൊക്കെ നന്നായി വെന്ത് വരണം. ചാറൊക്കെ നന്നായി വറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിന്റെയും പച്ചമുളകിന്റെയും എരിവാണ് കറിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കുരുമുളകിന്റെ അളവ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിളവന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.